നമസ്കാരം. പതിരും കതിരും. വൃതാരിപുത്ര തനയനുടെ മാതൃനാമം ദീർഘം കളഞ്ഞ് നടുവേ ഒരു കായുമിട്ട് ആ നാമമുള്ള ചെടി തന്നുടെ പത്രമിപ്പോൾ ചന്തത്തിൽ വെച്ച് തരുവോർക്കിടുവേൻ വളരണ്ടു കൈക്കും. ഈ ശ്ലോകം ആറന്മുളക്കാർക്കറിയാം. പള്ളിയോടക്കരക്കാർ വിഭവങ്ങൾ പാടി ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കറിശ്ലോകങ്ങൾ ചൊല്ലിയാണ്. അങ്കദൻ്റെ അമ്മ താരയുടെ പേരിൻ്റെ ദീർഘം കളഞ്ഞ് നടുവിലൊരു കായിട്ടാൽ തകരയാകും. അല്പം തകരത്തോരൻ തരുമോ എന്ന് സിമ്പിളായിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. നേരിട്ടങ്ങ് ചോദിക്കാൻ ഒരാത്മാഭിമാനക്കുറവ്. കമ്മ്യൂണിസത്തിന് വേണ്ടി കറിശ്ലോകം ചൊല്ലാൻ മിടുക്കനാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ്. വളരെ സിമ്പിളായ ഒരു കാര്യം പറയാൻ ഇന്നലെ ഗോവിന്ദൻ മാഷ് തകരച്ചെണ്ട കൊട്ടി ചില പാട്ടൊക്കെ പാടി. അതൊരു പാട്ട് ഇങ്ങനെയായിരുന്നു. AKGയെ പറ്റി എത്ര നികൃഷ്ടമായിട്ടാണ് അന്നത്തെ ബൂർഷ്വാസികളും മാധ്യമങ്ങളും ആക്ഷേപം ഉന്നയിച്ചത്. കാലൻ വന്നു വിളിച്ചിട്ടും എന്തേ പോകാത്തെ ഗോപാല എന്ന് പറഞ്ഞില്ലേ എന്നാണ് ചോദ്യം. തൂങ്ങിച്ചാകാൻ കയറില്ലെങ്കിൽ പൂണൂരില്ലേ നമ്പൂരി എന്ന് മറ്റൊരു മുദ്രാവാക്യവും അന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഗോവിന്ദൻ മാഷ് പാടിയതുമില്ല. എന്തിനാണ് ഗോവിന്ദൻ മാഷ് പാടുപെട്ട് പഴയ പാട്ടൊക്കെ പാടി കഥ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: പിണറായിക്ക് നൊന്തു. പാട്ടിലൂടെ പഴങ്കഥ പറയാതെ തന്നെ കാര്യമങ്ങ് തെളിച്ചു പറയരുതോ ഗോവിന്ദ. താങ്കൾക്ക് പറ്റിയ പണി അപ്പം വിൽപ്പന തന്നെയാണെന്ന് ഗോവിന്ദൻ മാഷ് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ്. 57 എന്തുണ്ടായി, 67 എന്തുണ്ടായി, ഇങ്ങനെയൊക്കെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് വേണോ നാട്ടുകാരറിയാൻ. അൻവർ സ്വയം EMSനോട് ഉപമിച്ച പോലെയാണ് ഗോവിന്ദൻ മാഷ് പിണറായി വിജയനെ AKGയോടും EMSനോടും CH കണാരനോടുമൊക്കെ താരതമ്യം ചെയ്യുന്നത്. പ്രസ്ഥാനത്തിനു വേണ്ടി സകലതും ഇട്ടെറിഞ്ഞ് കുടുംബം കളഞ്ഞു വന്ന EMSും AKGയും എവിടെ കിടക്കുന്നു? എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് സ്വന്തക്കാർക്കും തനിക്കുമായി വീതിച്ചെടുക്കുന്ന പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? അൻവർ ഠേ ഠേ എന്ന് വെടിപൊട്ടിച്ചപ്പോൾ എവിടെ പതുങ്ങണമെന്നും ഏതു പക്ഷത്ത് ചേരണമെന്നും അറിയാതെ അണ്ണാക്കിൽ പിരിവെട്ടിയ നിലയിലായിരുന്നു ഈ ഗോവിന്ദനും മറ്റു മുഴുത്ത സഖാക്കളും. ആ തക്കം നോക്കി ഓസ്ട്രേലിയയിലേക്ക് വിടുകയും ചെയ്തു. താൻ നട്ടുവളർത്തിയ വിഷവൃക്ഷത്തെ മൂടോടെ വെട്ടിക്കളയാൻ പിണറായി വായ തുറന്നപ്പോഴാണ് ഗോവിന്ദന് ജീവൻ വീണതും വെളിവ് വന്നതും. അല്ല മാഷേ, ഇപ്പോഴും നിങ്ങൾ ഈ ബൂർഷ്വാ എന്നുരുവിടുന്നത് ആരെക്കുറിച്ചാണ്? ഓസ്ട്രേലിയയിൽ പോയി ഏതോ ബൂർഷ്വാ വെച്ച് നീട്ടിയ കാശിനെ കവാത്തടിച്ച് വന്നിട്ടാണ് ഈ ബൂർഷ്വാ വിരോധം. കേരളത്തിലെ അത്താഴപ്പട്ടിണിക്കാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ബൂർഷ്വാ എന്ന വാക്കേ പരിചയമില്ല. കഷ്ടം. ആ സാധനത്തിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. അതെങ്ങനെ ഇരിക്കുമെന്നും എങ്ങനെ ശ്വസിക്കുമെന്നും അറിയില്ല. ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഒരു മനുഷ്യൻ നിലപാടിൽ മലക്കം മറിയുന്നത് എങ്ങനെയാണെന്ന് ഗോവിന്ദൻ മാഷിനെ കണ്ടുപഠിക്കണം. അൻവർ കൊടുത്ത പരാതിയെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാം ഗൗരവമുള്ളതാണത്രേ. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അൻവർ കൊതിച്ചതോടെ ഗോവിന്ദൻ വെറും ഉലക്ക വിഴുങ്ങിയാണെന്ന കാര്യം എല്ലാവർക്കും ബോധ്യമായി. ബൂർഷ്വാസികളും മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കുന്ന കുഴപ്പമാണത്രേ എല്ലാം. നാടുനീളെ നടന്ന് ബൂർഷ്വാസികളെ പിടികൂടി ചെങ്കൊടി പുതപ്പിച്ചും താരാട്ടുപാടിയും കൊണ്ടു നടന്ന പിണറായിക്ക് ഒരു കുറ്റവുമില്ല. വന്നു കയറിയ പുത്തൻ വർഗത്തിൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി വലുതാക്കിയ പാർട്ടിക്കും കുഴപ്പമില്ല. അങ്ങനെ വന്നു കയറിയ ബൂർഷ്വാസികളെ മാമൂട്ടിയ ഗോവിന്ദനും കുഴപ്പമില്ല. അത്തരക്കാർക്ക് വിടുവേല ചെയ്ത സൈബർ കടന്നലുകൾക്കും കുഴപ്പമില്ല. എല്ലാ കുഴപ്പവും കുറ്റവും വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമാണ്. അൻവർ P ശശിയെപ്പറ്റി പറഞ്ഞതിലല്ല ഗോവിന്ദൻ്റെ ദണ്ഡം. പിണറായി വിജയനെയും മരുമകനെയും അയാളുടെ ഭാര്യയെയും പറഞ്ഞത്രേ. ഈ കുടുംബത്തെ പ്രതിരോധിക്കാനാണ് ഗോവിന്ദൻ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പും പറഞ്ഞ് ഞെളിയാൻ വന്നിരിക്കുന്നത്. വെറുതെ ഊറ്റം കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ സഖാവേ? ഇന്നോളം ഏതെങ്കിലും വിഷയത്തിൽ ഒരു രാഷ്ട്രീയം സംസാരിക്കാൻ ഈ ഗോവിന്ദൻ മാഷിന് കഴിഞ്ഞിട്ടുണ്ടോ? പകരം ഇറച്ചി വെട്ടുകാരുടെ ഭാഷയിൽ കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ അടിമവർഗത്തെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. ഞങ്ങളിലാരും ഗാന്ധിയരല്ല, ഗാന്ധി തൊപ്പി ധരിച്ചിട്ടില്ല, പിണറായി വിജയൻ ഒന്ന് പറഞ്ഞാൽ, ഗോവിന്ദനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഖദറിട്ട അൻവർ നിലമ്പൂരെ മണ്ണിൽ കാണില്ല. ഇതാണ് പാർട്ടി അംഗീകരിച്ച പുതുവർഷത്തിലെ മുദ്രാവാക്യം. ഇങ്ങനെ അണികളെ കൊണ്ട് കൊലവിളി നടത്തിച്ചിട്ടാണ് ഗോവിന്ദൻ 67 മുദ്രാവാക്യം പറഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചേ എന്ന് നിലവിളിക്കുന്നത്.
4 വോട്ട് പിടിക്കാനും രാഷ്ട്രീയ കോട്ടകൾ തകർക്കാനും ഏത് നെറുകേടും കാട്ടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നറിഞ്ഞിരുന്നില്ലേ അൻവറിൻ്റെ രാഷ്ട്രീയ DNA എന്തായിരുന്നുവെന്ന്? അറുകൊല വിപ്ലവം നടത്തിയും വധഭീഷണി മുഴക്കിയും നിങ്ങൾ എത്ര കാലം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കും സഖാക്കളെ? പാർട്ടിയെ സ്നേഹിക്കുന്നവർ ദുഷ്പ്രചാരണം തുറന്നു കാട്ടാൻ മുന്നോട്ട് വരണമെന്നാണ് ഗോവിന്ദാഹ്വാനം. പാർട്ടിയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള കുറേ ഹതഭാഗ്യരുണ്ടല്ലോ ഈ മണ്ണിൽ. എക്കാലത്തും അടിമച്ചോറുണ്ണാൻ വിധിക്കപ്പെട്ട കുറേ എണ്ണം ഈ പാർട്ടിയിലുള്ളത് കൊണ്ട് മാത്രം ആഹ്വാനം കേട്ട് അങ്ങിങ്ങായി ഒരിളക്കം വന്നിട്ടുണ്ട്. ഈ പിണറായി വിജയൻ്റെ ശൗര്യമൊന്നും പാർട്ടിയിൽ പണ്ടേ പോലെ ഫലിക്കുന്നില്ല അല്ലേ സഖാവേ? പാരമ്പര്യം ഉരച്ചു നോക്കി മാത്രമേ ഇനി പാർട്ടിയിലേക്ക് ആരെയെങ്കിലും വലിച്ചു കയറ്റാവൂ. ഒക്ടോബർ 2 ശേഷം മറ്റൊരാളും ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു. ഈന്തപ്പഴത്തിലെ കുരു സ്വർണ്ണക്കുരുവായ കഥ വല്ലതും പറയുമോ എന്തോ? ഈ സത്യമെല്ലാം കൂടി എങ്ങനെ നമ്മുടെ ആകാശം താങ്ങും? ലീഗ് പാരമ്പര്യത്തിൽ നിന്നും വന്ന ജലീലിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെപ്പറ്റി അറിയില്ല എന്നായിരിക്കും അന്നത്തെ മറുപടി. എന്തായാലും സഖാക്കളൊന്ന് ഉണർന്നല്ലോ എന്ന് ആശ്വസിക്കാം. ഒന്ന് തെരുവിലിറങ്ങി പാർട്ടിക്ക് വേണ്ടി ചൂടൻ മുദ്രാവാക്യം മുഴക്കിയിട്ട് എത്ര കാലമായി? ചുമ്മാ വിരലൊന്ന് ഞൊടിക്കണം ഗോവിന്ദ, അൻവറിൻ്റെ കഥയങ്ങ് തീരട്ടെ. അതാണല്ലോ ഉത്തമമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം.